വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശൻ അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുക. കല്യാണി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങേർക്ക് ഒരു വടി സംഘടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ആ വടിയുമായിട്ട് ഊന്നി എവിടെയെങ്കിലും പോയി പിച്ചച്ചട്ടി എടുത്ത് ജീവിച്ചോളും. ഏതെങ്കിലും അമ്പലനടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കടവരാന്തയിലോ കിടന്ന് ഇയാളുടെ ജീവിതം അങ്ങ് തീർന്നു പൊക്കോളൂ എന്നൊക്കെ കല്യാണി പറഞ്ഞതാ. ഇതൊക്കെ ആലോചിച്ച് കല്യാണിയോടുള്ള പക അതിങ്ങനെ മനസ്സിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പ്രകാശൻ. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ അരികിൽ പോയിട്ട് മുത്തശ്ശി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ. അപ്പം വിക്രത്തിന് വലിയ വിഷമമായി. എൻ്റെ അച്ഛനിപ്പോൾ ആ ഒരു അവസ്ഥയിലാണല്ലോ കിടക്കുന്നത്. എങ്ങനെയെങ്കിലും അച്ഛനെ ഒന്ന് രക്ഷിക്കണമല്ലോ. ഞാൻ ഈ ജയിലിലായി പോയതുകൊണ്ട് തന്നെ ഇനിയിപ്പം എനിക്ക് വേറൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഗംഗാപ്രസാദിനോട് ഇനി എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് വിക്രം ചോദിക്കുക. എടാ, നീ വിഷമിക്കുകയൊന്നും വേണ്ട. നിൻ്റെ അമ്മൂമ്മയ്ക്ക് ഇത്ര അഹങ്കാരമായ സ്ഥിതിക്ക് ഇനിയിപ്പം അവരെ ഒരു രീതിയിൽ നീ വിശ്വസിക്കരുത്. അവരെ പോലെയുള്ള ഒരു പഠിച്ച കള്ളി ഉണ്ടെങ്കിലുണ്ടല്ലോ, ഉറപ്പായിട്ടും നിന്നെയും ഇതുപോലെ സ്നേഹിച്ച് അവർ പറ്റിക്കൂടാ. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ കലക്കി തന്ന് നിന്നെയും നിൻ്റെ അച്ഛനെയും ശല്യം എന്നേക്കുമായിട്ട് അവർ തീർത്ത് കഴിയും. അവർക്കിപ്പോൾ കല്യാണിയോടാണല്ലോ കൂറ്. അതുകൊണ്ട് നീ ഞാൻ പറയുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് ഗംഗ പറഞ്ഞു. ഏട്ടൻ എന്താ പ്ലാൻ ചെയ്യുന്നത്? എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടുന്ന് ജയിലിൽ ചാടണമെന്ന്. നേരത്തെയൊക്കെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരുപാട് പേര് ഹെൽപ്പിനൊക്കെ വരുമായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല സാഹചര്യം. ഞാൻ ഇവിടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ആ ഒരു സ്ഥിതിക്ക് ഇനി മനോഹർ വിചാരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും രീതിയിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കിട്ടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഗംഗേട്ടൻ പുറത്ത് ചാടിയാൽ എന്നെ കൂടി ഒന്ന് പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ഗംഗേട്ടൻ ചെയ്തു തരണമെന്ന് വിക്രം പറയുക. എടാ, നമ്മൾ ഒരുമിച്ചല്ലേ ജയിലിൽ ചാടുന്നത്, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് അവൻ നമ്മുടെ ഗംഗാപ്രസാദ് വിക്രത്തിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞതും നമ്മുടെ മനോഹറിനെയും ശാരിയെയും കാണിക്കുകയാണ്. അപ്പോൾ ശാരി മനുവിനോട് പറയുന്നുണ്ട്, എടാ, എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാടാ. ഇത്രയും ദിവസം നീ ഇവിടുന്ന് മാറി നിന്നു, എന്നിട്ട് ഇപ്പോഴും നീ അവൾക്ക് ഭയങ്കര മോഹങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണല്ലോ. നീ ശരിക്കും അവളെ കൊണ്ട് അമേരിക്കയിലേക്ക് പോവില്ല എന്ന് എനിക്ക് അവളോട് പറയണമെന്നുണ്ട്. പിന്നെ എൻ്റെ മകളുടെ സ്വഭാവം മറ്റാരെക്കാട്ടിലും നന്നായിട്ട് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അവളുണ്ടല്ലോ, നീ അവളെ പറ്റിക്കുകയാണെന്നെങ്ങാനും അവൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തെങ്കിലും ചെയ്ത് അവൾ മരിക്കൂടാ. അങ്ങനെയാണെങ്കിൽ എനിക്കത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിനോട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ മനസ്സിലാക്കിക്കണമെന്നൊക്കെ പറഞ്ഞ് മനോഹറിനെ എരിപിരികേറ്റാണ് ശാരി. അപ്പം മനു പറയുന്നുണ്ട്, അതേ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ കിടന്ന് തിളക്കുന്നത്? നിങ്ങളോടും നിങ്ങളുടെ ഭർത്താവിനോടും മര്യാദക്ക് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടില്ലേ? എനിക്കൊരു 3 കോടി രൂപ അത് തന്നാൽ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഞാൻ രക്ഷപ്പെട്ടേക്കാന്ന്. നിങ്ങൾ എന്നിട്ട് അത് സമ്മതിച്ചോ? ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ എന്നെ പൈസ തരാണ്ട് മകളെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടുന്ന് പോകണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു. അധികം കളിച്ചു കഴിഞ്ഞാൽ 3 കോടി കിട്ടാതെ ഞാൻ ഇവിടുന്ന് കടക്കില്ല എന്ന് ഉള്ള രീതിയിൽ നമ്മുടെ മനു പറയുക. അങ്ങനെ ശാരി ഞെട്ടി നിൽക്കുന്നു. എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ മാരണത്തിനെ ഒന്ന് പറഞ്ഞു വിടുക? പിന്നീട് നമ്മുടെ കല്യാണിയും ബാലണ്ണനും കൂടി കാണുക. അപ്പം ബാലണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ, പ്രകാശൻ ഈ ആണ്ടിലെങ്ങും ശരിയാകുമെന്ന് തോന്നുന്നില്ല. അവൻ ഈ ഒരു നിന്നോടുള്ള ആ ഒരു വെറുപ്പ്, അത് കാരണം അവൻ എന്നോട് പോലും ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിച്ചത്. ഇപ്പോഴും നിന്നെ കൊല്ലണം എന്നുള്ള ആ ഒരു വെറിയോട് കൂടിയാണ് നടക്കുന്നതെന്ന് കൂടി ബാലൻ പറഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു. ഇത്രയൊക്കെ തിരിച്ചടി കിട്ടിയിട്ടും എൻ്റെ ബാലൻ മാമ അങ്ങേര് നന്നാകുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഇനിയൊരു സാധ്യതയുണ്ട് മോളെ. ഇപ്പം ഒറ്റക്കാലല്ലേ ഉള്ളൂ. ആ ഒരു കാലിൽ തൊങ്കി എന്തായാലും കാദംബരിയുടെ വീട്ടിൽ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് പിന്നെ ആ പെങ്കൊച്ചിൻ്റെ ജീവിതം കൂടി കോഞ്ഞാട്ടയാവും. അതുകൊണ്ട് മോൾ അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം കേട്ടോ. ഒരു കാരണം വെച്ചാലും പ്രകാശം വന്നു കഴിഞ്ഞാൽ അവനെ വീട്ടിൽ കയറ്റരുതെന്ന് പറയണം. അത് വേണ്ട പോലെ തന്നെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ചേച്ചിക്കും അതുപോലെ അമ്മയ്ക്കും കാർത്തിക ചേച്ചിക്കും ഒന്നും ഇപ്പം അയാളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ അമ്മമ്മ കൂടി ഞങ്ങളുടെ സൈഡായ സ്ഥിതിക്ക് പേടിക്കാനൊന്നും തന്നെ ഇല്ല മാമ. സമാധാനമായിട്ടിരിക്കുകയാണ് മോളെ. എന്നാലും പ്രകാശൻ അവൻ എന്തെങ്കിലും ചില അടവുകൾ പയറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മോളൊന്ന് പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. മോളോട് അവൻ എന്താണ് ഇത്ര ദേഷ്യം എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല.
പെൺമക്കളെ വെറുക്കാനായിട്ട് അച്ഛനെ പഠിപ്പിച്ചത് അമ്മുമ്മയാണല്ലോ. അപ്പം ആ ഒരു രീതിയിൽ നിന്ന് അമ്മുമ്മ മാറിയെങ്കിൽ ഇയാൾക്കൊരു കാലത്തും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. കാരണക്കാരൻ ആ വിക്രമാണെന്ന് കൂടി കല്യാണി പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ ശാരിയാണെങ്കിലും മനുവിനെ നിർത്തിപ്പൊരിക്കുക. ആ പെണ്ണിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ ഒന്ന് ശരിയാക്കി എടുക്ക്. അവളുടെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അവളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനേ പറ്റുന്നില്ല. എടാ മനു, അവൾക്ക് അത് മാത്രമല്ല പ്രശ്നമായിട്ടുള്ളത്. അവൾക്ക് കുറച്ച് നാളായിട്ട് നിൻ്റെ പെരുമാറ്റത്തിലും നിൻ്റെ ചില സംസാരത്തിലും ഒക്കെ അവൾക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവളെങ്ങാനും നിന്നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നീ ആരാണെന്നും നീ എന്താണെന്നും അതൊക്കെ അവൾ കണ്ടുപിടിക്കും. വലിയ താമസമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവൾ ആദ്യം നിന്നെ തന്നെ ആയിരിക്കും കൊല്ലാൻ പോകുന്നത്. ജീവിതം മൊത്തം തകർന്നടിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ മകൾ പിന്നെ ജീവിച്ചിരിക്കുകയില്ല എന്ന് ശാരി പറഞ്ഞു. മനു ആണെങ്കിലോ അവൾ ജീവിച്ചാലെന്ത് മരിച്ചാലെന്ത്, തനിക്ക് കാശ് കിട്ടിയാൽ മാത്രം മതി എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശാരിയാണെങ്കിൽ അവനോട് എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ആ പൊട്ടൻ്റെ തലയിലേക്കേ കയറുന്നില്ല. അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞതും നമ്മുടെ മനു ആണെങ്കിൽ ഇതാ ഗംഗാപ്രസാദിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് പോവുക കേട്ടോ. അവിടെ ചെന്നതും ഗംഗയെ കണ്ട് നമ്മുടെ മനോഹർ പറഞ്ഞു, അതേ അളിയൻ എന്തിനാ ഭയപ്പെടുന്നത്? അളിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തില്ലേ. പിന്നെ അറിയാലോ അളിയ, പണ്ടത്തെ പോലെ ബിസിനസ് ഒന്നും അങ്ങ് പച്ച പിടിക്കുന്നില്ല. ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നാലെ അവറ്റകൾ ഇങ്ങനെ നടക്കുക. നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ഗംഗ ചോദിച്ചു. അപ്പം തന്നെ മനു പറയുന്നുണ്ട്, ആ കല്യാണിയെയും ജുബാനെയും പിന്നെ ഞാനായിട്ട് കുറച്ച് ജീവിതം നശിപ്പിച്ച പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവളുമാരെല്ലാവരും കൂടി എൻ്റെ ജീവിതം കോഞ്ഞാട്ടയാക്കും. അതുകൊണ്ടാണ് ഞാനതൊക്കെ പറഞ്ഞത്. നീ എന്തായാലും ഞങ്ങളെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ വേഗം തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ പേടിക്കാതെ തന്നെ പുറത്തിറങ്ങി നടക്കാമല്ലോ. അതൊക്കെ ഓക്കെ, വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. പിന്നെ പ്രകാശൻ ആശുപത്രിയിലാണ്, കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. വിക്രം എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ആ കല്യാണിയും കിരണും ഒക്കെ പടർന്ന് പന്തലിക്കുകയാണ്. ഒരു രക്ഷയില്ല. അവരെ ഒതുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. എനിക്ക് ഏറ്റവും അധികം വെറുപ്പുള്ളത് ആ കല്യാണിയോടാണെന്ന് നമ്മുടെ മനു പറഞ്ഞതും അതെ, എനിക്കും അങ്ങനെ തന്നെയാണ്. കാർത്തികയോടും കല്യാണിയോടും ഒക്കെ തീർത്താ തീരാത്ത പകയാണ് ഉള്ളത്. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, അതിനുശേഷം അവളുടെയൊക്കെ അവസാനമായിരിക്കുമെന്ന് കൂടി ഗംഗ പറയുക. അങ്ങനെ നമ്മുടെ മനോഹർ വീട്ടിലെത്തി. അതിനുശേഷമാണെങ്കിൽ മനുവിൻ്റെ പെരുമാറ്റത്തിലൊക്കെ മൊത്തത്തിൽ സംശയിച്ച് നടക്കുന്ന നമ്മുടെ സരയു മനോഹറിന് വന്ന ഒരു കോള് കാണുകയാണ്. അപ്പോൾ മനു ആണെങ്കിൽ ഫോൺ റിങ് ചെയ്തത് കണ്ടപ്പോൾ തന്നെ ഓടിപ്പിടച്ചു വന്നു. സരയു ആണെങ്കിൽ ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുക. അപ്പുറത്ത് നിന്ന് ഒരു പെണ്ണിൻ്റെ ശബ്ദം കേട്ടതും സരയുവിന് ആകെ ഡൗട്ടടിച്ചു. മനോഹറാണെങ്കിലോ, നീ എന്താ മോളു ഇങ്ങനെ എന്നെ നോക്കുന്നത്? ദേ മനുവേട്ടാ, നിങ്ങളുടെ ഫോണിലേക്ക് ആരോ വിളിച്ചു. ഇതിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരാണിൻ്റെ പേരാണല്ലോ. പിന്നെ ഇപ്പം ഫോൺ എടുത്ത് സംസാരിച്ചപ്പം അതൊരു പെണ്ണാണ്. സത്യം പറ, ഇവൾ ഏതാണെന്നൊക്കെ ചോദിച്ച് സരയു മനുവിനെ കൊടയാൻ തുടങ്ങി. മനോഹറാണെങ്കിൽ തത്താത്തരിയിടാ കളിച്ച് നമ്മുടെ സരയുവിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമവും കൂടി നടത്തുക. പക്ഷേ അവളാണെങ്കിൽ മനുവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു സൂചനയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.